Hi all. ഹൈക്കോടതി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷനൊക്കെ വന്നു. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ ഏത് രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും, അതായത് റാങ്ക് ലിസ്റ്റിനുള്ളിൽ വരാൻ പറ്റും, അതേപോലെ ഈ ഒരു എക്സാമിന് തയ്യാറാകുന്നവർ അറിയിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു അഡ 24/7 മലയാളം ചാനൽ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ആപ്പ് അഡ 24/7 മലയാളത്തിൻ്റെ ആപ്പ് നിങ്ങൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആപ്പിൽ താഴെ മൂന്നാമത് മൈ കോണ്ടന്റ്. ഈ മൈ കോണ്ടന്റിൽ എല്ലാ ദിവസവും നമ്മൾ ഫ്രീ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ നോട്ട്സുകൾ, ദെൻ ഡെയിലി ക്വിസുകളും ഒക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ ഹൈക്കോർട്ടിൻ്റെ സ്കോളർഷിപ്പ് എക്സാം നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അതായത് നമ്മുടെ സ്കോളർഷിപ്പ് ഹൈക്കോർട്ടിൽ നടന്നത് 26 മെയ്യിലായിരുന്നു. അതേപോലെ അടുത്തതായിട്ട് നമ്മുടെ SSCGL ഒരു സ്കോളർഷിപ്പ് എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സ്കോളർഷിപ്പ് എക്സാംസും ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ദെൻ അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ആപ്പിൽ സൈഡിൽ തന്നെ നിങ്ങൾ നമ്മുടെ ഹിസ്റ്ററിയുടെ യൂട്യൂബിൽ കൂടെ പോകുന്ന ക്ലാസ്സുകളുടെ PDF ആവശ്യമുള്ളവർ സജിത മിസ് ഹിസ്റ്ററി ഫ്രീ PDF എന്ന് സെർച്ച് ചെയ്താൽ മതി. ഞാനിവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന PDFകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ഇതുവരെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ദെൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതായത് നമ്മുടെ ഹൈക്കോടതി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നത് മാർച്ച് 27-നായിരുന്നു. അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് അതായത് 2 മെയ് ആയിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഉദ്യോഗാർത്ഥികൾ അതായത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ദെൻ പ്രിപ്പറേഷൻ ഏത് രീതിയിൽ വേണം? അപ്പോൾ പല ഉദ്യോഗാർത്ഥികൾക്കും ഒരു ധാരണയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇംഗ്ലീഷിന് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു എക്സാം ആയതുകൊണ്ട് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ മാത്രമേ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, ഇംഗ്ലീഷ് അത്യാവശ്യം അറിയുന്നവരായിരിക്കണം, എങ്കിൽ മാത്രമേ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇംഗ്ലീഷിനോടൊപ്പം തന്നെ നമുക്ക് പ്രാധാന്യമുള്ള സബ്ജക്റ്റ് തന്നെയാണ് GKയും മാത്സും ഒക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ദിവസങ്ങൾ ഹൈക്കോർട്ടിൻ്റെ ഒരു പ്രത്യേകത, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് എക്സാമും അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റും ഒക്കെ ഹൈക്കോർട്ട് വളരെ പെട്ടെന്നാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്ന നമ്മുടെ ഒരു നോട്ടിഫിക്കേഷനിൽ ഇതേപോലെ തന്നെ കുറച്ച് എക്സാം കുറച്ച് ലേറ്റായി. അത് വേറൊന്നും കൊണ്ടായിരുന്നില്ല, അന്ന് കൊറോണ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൊറോണ കൊണ്ട് എക്സാം ലേറ്റായിട്ടാണ് നടന്നത്. പക്ഷേ റാങ്ക് ലിസ്റ്റിൽ അത്യാവശ്യം നിയമനങ്ങളൊക്കെ അവർ പറഞ്ഞ വേക്കൻസിയെക്കാട്ടിലും കൂടുതൽ നിയമനങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് അതിൻ്റെ. അപ്പം നെക്സ്റ്റ് നമുക്കപ്പോൾ ഇതിലേക്ക് പോകുമ്പോൾ ഈ ജനറൽ ഇംഗ്ലീഷ് 50 മാർക്ക് എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അതായത് ക്യാപ്സും വരുന്നുണ്ട്, ഗ്രാമറും വരുന്നുണ്ട്. അപ്പോൾ രണ്ട് ഭാഗത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം ജനറൽ ഇംഗ്ലീഷ് നമ്മൾ പഠിക്കാൻ. ജനറൽ നോളജ് GK എന്ന് പറയുമ്പം അതിനകത്തിൽ ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, സയൻസ് ഉണ്ട്, കറണ്ട് അഫെയർ ഉണ്ട്. ഇത്രയും കാര്യങ്ങളും ചെയ്തുമ്പോഴാണ് ഈ 40 മാർക്ക് നമുക്ക് കിട്ടുന്നത്. പിന്നെ മാത്സ് ആൻഡ് റീസണിങ് 10 മാർക്ക്. അപ്പോൾ ഈ ഒരു സിലബസിൽ ഈ മാത്സ് ആൻഡ് റീസണിങ് PSC SSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കാരണം നമുക്കറിയാവുന്ന സിലബസിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. GK എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് വൈഡായിട്ട് കയറി പഠിക്കേണ്ട, അതേസമയം അത്യാവശ്യം ബേസിക് കോണ്ടൻറ്റുകളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ബേസിക് കോൺസെപ്റ്റുകളും കാര്യങ്ങളും ഒക്കെ GKയിൽ നിന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഇംഗ്ലീഷിൽ അതുപോലെ തന്നെ വൊക്കാബ്സും ദെൻ ഗ്രാമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസീവ് ആക്റ്റീവ്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ്, ദെൻ ആർട്ടിക്കിൾസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് ടെൻസ് ആണ് മെയിനായിട്ട് അറിയേണ്ടത്. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ടെൻസ് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് വരുന്നുണ്ട്. ഇതിനകത്തിൽ പ്രസിയും കോംപ്രിഹെൻഷനും ഷോർട്ട് എസ്സേയുമാണ് 60 മാർക്ക്. ഇതിന് ശേഷം ഇൻ്റർവ്യൂ. ഈ 3 സ്റ്റെപ്പുകളിൽ കൂടിയാണ് എക്സാം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇതിൽ അത്ര കൂടെ ഏകദേശം ഇതെല്ലാം കൂടി ആയപ്പോൾ ഏകദേശം 170 മാർക്കോളം ആയി. ഇത് 60 മാർക്കാണ്, ഇത് 10 മാർക്ക്, അവിടെ 100 മാർക്ക്. സോ 170 മാർക്ക്. ഈ 170 ഏകദേശം 113-നടുത്തായിരുന്നു ലാസ്റ്റ് ടൈമിൽ നമ്മുടെ വന്നിരിക്കുന്ന ഫസ്റ്റ് റാങ്കുകാരൻ്റെ മാർക്ക് എന്ന് പറയുന്നത്. ഇനി ഈ ഇംഗ്ലീഷ് നമ്മൾ ഒബ്ജക്റ്റീവിൽ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷുകളെല്ലാം പഠിച്ചു കഴിഞ്ഞു. അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഹെൽപ്പിംഗ്. അതായത് ഒരു ടോപ്പിക്ക് തന്നിട്ട് ഇവർ നമ്മളുടെ ഐഡിയാസ് നോക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ലാംഗ്വേജ് ആണ് ഡിസ്ക്രിപ്റ്റീവിൽ അവർ ചെക്ക് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പാരഗ്രാഫ് വന്നിട്ട് അതിൽ നിന്ന് എടുത്തെഴുതുക മീൻസ് നമ്മുടേതായ ലാംഗ്വേജിലേക്ക് 1 or 2 സെൻറ്റൻസിലാണ് ഇത് എടുത്തെഴുതേണ്ടത്. സാധാരണ എസ്സേസിനൊക്കെ ചോദിക്കുന്ന ആ കറണ്ട് അഫെയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളൊക്കെയാണ് essay ഒക്കെ ആയിട്ട് ചോദിച്ചു വരിക്കുന്നത്. കോവിഡ് എങ്ങനെ ലൈഫിനെ ബാധിച്ചെന്നും അതുപോലെ എഡ്യൂക്കേഷൻ്റെ മാറി വരുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പറ്റിയും ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് എസ്സേയിൽ. അപ്പം നമ്മൾ ആ ഒരു ഒബ്ജക്റ്റീവിന് ഇംഗ്ലീഷ് പഠിച്ചു കഴിയുമ്പോൾ തന്നെ ഇപ്പുറത്തേക്ക് ഒരു ഡിസ്ക്രിപ്റ്റീവ് എഴുതാനും കൂടെ നിങ്ങൾ ഒരു
കഴിവ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ലാസ്റ്റ് ടൈമിൽ എക്സാമിന് വൊക്കാബ്സ് വളരെ ഇമ്പോർട്ടൻ്റ്, ഒരുപാട് ചോദിച്ചതും ലീഗൽ വൊക്കാബുലറി ഒക്കെ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഒരു എക്സാം നമുക്ക് മേ ബി ജൂലൈ ലാസ്റ്റ് ഓഗസ്റ്റ് ഫസ്റ്റോട് കൂടി എക്സാം എക്സ്പെക്റ്റ് ചെയ്യാം. ഹൈക്കോടതിയിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ഒരു ഇൻഫർമേഷനും എക്സാം ഡേറ്റുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ജൂലൈ ഓഗസ്റ്റോട് നിങ്ങൾ എക്സാം എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം ഇംഗ്ലീഷിൽ ബേസിക് നോളജൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ PSC SSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന GK കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അതേപോലെ തന്നെ മാത്സ് ആൻഡ് റീസണിങ്, ഇതിനകത്തെല്ലാം കുറച്ച് കാര്യങ്ങളും എന്നുവെച്ചാൽ വലിയതായിട്ടൊന്നും അറിയില്ല, പക്ഷേ ബേസിക് കോൺസെപ്റ്റുകളൊക്കെ അറിയാമെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് ഈ ഒരു പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പരീക്ഷ, അതായത് ഒരു ക്രമമായിട്ട്, അതായത് ഒരു ഓർഗനൈസ്ഡ് പാറ്റേണിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ADAT 24/7 മലയാളം ഇതിനായിട്ട് ഒരു പുതിയ ബാച്ച് നാളെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ബാച്ചുകളൊക്കെ തന്നെ ലൈവാണ്. ലൈവ് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോ അവൈലബിൾ ആണ്. മോക്ക് ടെസ്റ്റും റിവിഷനും എൻ്റെ സപ്പോർട്ടും ഒക്കെ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിലേക്ക് ചെന്നിട്ട് ADAT 24/7 മലയാളം എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു ബാച്ചിൽ കൂടെ കൊടുക്കുന്നത്. ADAT 24/7 മലയാളം എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലിങ്ക് തന്നെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്കാണ്. അപ്പോൾ എന്താ ഇത് നോക്കിക്കോളൂ, നാളെയാണ് നമ്മുടെ കേരള ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ 4ാമത്തെ ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞു പോയ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻ നമ്മുടെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമുക്ക് പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്നു, റാങ്ക് ലിസ്റ്റിൽ വരികയൊക്കെ ചെയ്തു. അപ്പോൾ ഈ ഒരു ബാച്ചിൽ നമ്മൾ 200 hours ലൈവ് ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. ദാറ്റ് ഇസ് ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകൾ. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ലൈവാണ്. ലൈവ് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോ അവൈലബിൾ ആണ്. 73 ടെസ്റ്റ് സീരീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ദെൻ 47 ഈ ബുക്കും ഒരു 1 ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹൈക്കോർട്ടിൻ്റെ ലേറ്റസ്റ്റ് റാങ്ക് ഫയലാണ്. അതും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൻ്റെ കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയായിട്ടാണ് നമ്മുടെ പുതിയ ബാച്ച് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ബൈ നൗ കൊടുക്കുക. ബൈ നൗ കൊടുക്കുന്നിടത്ത് നിങ്ങളോട് ഒരു കൂപ്പൺ കോഡ് ചോദിക്കും. ആ കൂപ്പൺ കോഡ് Y362 എന്ന കൂപ്പൺ കോഡ് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ 2489 രൂപയ്ക്ക് ഈ ടെസ്റ്റ് സീരീസും ഈ ബുക്കും അതുപോലെ തന്നെ ഹൈക്കോർട്ടിൻ്റെ റാങ്ക് ഫയലും എല്ലാമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കോഡ് മറക്കേണ്ട, Y362 എന്ന കോഡ് കൊടുക്കുക. നമ്മുടെ അതായത് സെയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് മന്ത് എൻഡ്. സോ മാക്സിമം ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇതിനകത്ത് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും ഉണ്ട്. ദെൻ നിങ്ങൾക്ക് ഒരു ഡിസ്ക്രിപ്റ്റീവ്, അതായത് നിങ്ങൾക്ക് കുറച്ച് വീക്കാണ് നിങ്ങൾ ഇതിനകത്തില്ല, അതായത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവിന് മാത്രമായിട്ടും ബാച്ച് അവൈലബിൾ ആണ്. റീമാം അതിൽ നിങ്ങൾക്ക് കുറച്ച്, അതായത് essays ഒക്കെ എഴുതാനായിട്ട് അതൊന്ന് ഇൻഡിവിജ്വൽ കറക്ഷൻ വേണമെന്ന് ആഗ്രഹമുള്ളവർക്കായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവിൻ്റെ ബാച്ച്, ഡിസ്ക്രിപ്റ്റീവ് ഒള്ളി ബാച്ചും അവൈലബിൾ ആണ്. ജസ്റ്റ് അത് ഇങ്ങനെ സെൽജിയസ് ആ ഒരു ബാച്ചും അതുപോലെ ഡിസ്ക്രിപ്റ്റീവിനായിട്ട് നമുക്കൊരു റാങ്ക് ഫെയിലുണ്ട്. ആ റാങ്ക് ഫെയിലും അവൈലബിൾ ആണ്. ഈ ഒരു ബാച്ച് ഡിസ്ക്രിപ്റ്റീവിൻ്റെ മാത്രം ബാച്ചും നമ്മുടെ സ്റ്റോറിൽ ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് നോക്കിയിട്ട് കാണുന്നില്ല. എല്ലാ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് ഡിസ്ക്രിപ്റ്റീവ് ബാച്ച്. ഇതിനകത്തില്ല ഇൻഡിവിജ്വലായിട്ട് നിങ്ങളുടെ essaysഉം അതുപോലെ തന്നെ പ്രസ്സിയും അതുപോലെ എഴുതുന്നത് എങ്ങനെയാണെന്നും ഒക്കെ മിസ് കറക്റ്റ് ചെയ്ത് തരുന്നതാണ് ഈ ഡിസ്ക്രിപ്റ്റീവ് ബാച്ച്. അതായത് നിങ്ങൾക്കൊരു അസസ്മെൻറ്റ് നിങ്ങളുടെ മിസ്റ്റേക്കുകൾ എവിടെയാണെന്നൊക്കെ ഒരു ഇൻഡിവിജ്വൽ കറക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി മാത്രമായിട്ടാണ് ഒരു ഡിസ്ക്രിപ്റ്റീവ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ജൂൺ 4 അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും ബൈ നൗ കൊടുക്കുക. നിങ്ങൾക്ക് ജസ്റ്റ് ഫാക്കൽറ്റി കോഡ് ചോദിക്കും. Y362 എന്ന് കൊടുക്കുമ്പോൾ 1493 രൂപയാണ് ഡിസ്ക്രിപ്റ്റീവ് ബാച്ചിൻ്റെ. റിമ മിസ്സിനാണ് ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്ന മിസ്സാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ADAT 24/7 മലയാളം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം ഫ്രണ്ട്സിൽ എത്തിക്കുക.